ഇന്നത്തെ പ്രധാന വാർത്ത ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു. ഗവർണർ പ്രസംഗം 1 മിനിറ്റ് 20 സെക്കൻഡിൽ ഒതുക്കി. സഭയിലേക്കുള്ള സ്വീകരണത്തിൽ മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രിയും ഗവർണറും. മസാല ബോണ്ട് കേസിൽ കിഫ്ബിക്ക് തിരിച്ചടി. ED സമൻസിന് കിഫ്ബി മറുപടി നൽകണമെന്ന് ഹൈക്കോടതി. സമൻസിനെ പേടിക്കുന്നതെന്തിനെന്നും ചോദ്യം. ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിനിടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിൽ. നോക്കാം ഇന്ന് സംഭവിച്ചത്. മുഖം കൊടുത്തില്ല, ഉപചാരങ്ങളില്ല, ഗവർണർ ഇടഞ്ഞു തന്നെ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ അസാധാരണ നീക്കവുമായി ഗവർണർ. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ച് 1 മിനിറ്റ് 17 സെക്കൻഡുകൾക്കുള്ളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭ വിട്ടു. മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരായ രൂക്ഷ വിമർശനത്തിന് തൊട്ടു താഴെയുള്ള ഭാഗമാണ് ഗവർണർ വായിച്ചത്. And now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounden duty to ensure that this essence is not diluted. Together, as part of this varied and beautiful nation, we will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. നിയമസഭയ്ക്ക് മുന്നിൽ പൂച്ചെണ്ട നൽകി സ്വീകരിച്ചപ്പോഴും ഗവർണർ മുഖ്യമന്ത്രിക്ക് മുഖം നൽകിയിരുന്നില്ല. ഗവർണർ മടങ്ങിയതിന് പിന്നാലെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു. ഗവർണറുടെ നടപടി നിയമസഭയോടുള്ള അവഹേളനമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത്. അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പ്രക്ഷോഭണം സമ്മേളനമാക്കി മാറ്റിയ ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻസൾട്ട് ഒന്ന് ഗവൺമെൻറ്റിന്, അത് അവരെന്നെ ഉണ്ടാക്കി വെച്ചതാണ്. 2 നിയമസഭക്ക്. പ്രതിപക്ഷം ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നില്ല. പക്ഷേ അതിലേറെ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി, ഗവർണറുടെ പ്രസംഗം, അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ബഡ്ജറ്റ്, ബാക്കി കാര്യങ്ങൾ, ഇതൊക്കെ ചടങ്ങായി നടക്കുന്നു എന്നല്ലാതെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ഒരു ഇംപ്രഷനാണ് പൊതുവേ ഉള്ളത്. നയപ്രഖ്യാപനത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കുന്നത് പ്രഖ്യാപനം വായിച്ചതിന് തുല്യമെന്ന് മന്ത്രി P. രാജീവ്. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഗവർണർ അങ്ങനെ വായിച്ചത് എന്നറിയില്ല. സർക്കാരിന്റെ കാഴ്ചപ്പാട് കൃത്യമായി അവസാന ഖണ്ഡികയിലുണ്ടെന്നും അത് ഗവർണർ വായിച്ചിട്ടുണ്ടെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് അപ്രൂവ് ചെയ്തു. അതിന്ന് അദ്ദേഹം അവിടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിച്ചു. അപ്പോൾ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ചായിട്ടുള്ളതാണ്. പിന്നെ അവസാനത്തെ വായിച്ച ഭാഗത്തിനകത്ത് അതിന്റെ ആറ്റിക്കുറുക്കിയ അന്തസത്ത അവസാനത്തെ പാരഗ്രാഫിനകത്ത് ഭംഗിയായി തന്നെ ഉണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് എന്താണ്, ഭരണഘടനയുടെ അടിസ്ഥാനത്തില ഫെഡറലിസം, ആ ഫെഡറലിസത്തിലെല്ലാം ഈ കാഴ്ചപ്പാടുകളെല്ലാം വരും. അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു വായിച്ച് മനസ്സിലാക്കി തന്നെ നന്നായി അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. നയപ്രഖ്യാപനത്തിന് നിലവാരമില്ലാത്തതുകൊണ്ടാണ് ഗവർണർ വായിക്കാഞ്ഞതെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ. നയപ്രഖ്യാപനത്തിന്റെ മറവിൽ കള്ളപ്രചാരണങ്ങൾ സഭയിൽ രേഖപ്പെടുത്താൻ ശ്രമിച്ചു. ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് ഗവർണറുടേത് എന്നും V. മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണങ്ങൾ, ആ കള്ളപ്രചരണങ്ങൾ നയപ്രഖ്യാപനത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് നിയമസഭാവേദിയിൽ
രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം, ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കാൻ, നിയമസഭയെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കാതിരിക്കാൻ ഗവർണർ എടുത്ത സമീപനം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അഭിനന്ദിക്കുന്ന, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അന്തസ്സ് ഉയർത്തുന്ന നടപടിയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉള്ളത്. കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധിതമായ സാഹചര്യം ഉൾപ്പെടെ നയപ്രഖ്യാപനത്തിൽ വിവരിച്ചിട്ടുണ്ട്. NCERT പാഠപുസ്തക പരിഷ്കരണത്തിനും നയപ്രഖ്യാപനത്തിൽ വിമർശനമുണ്ട്. നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കായി തിങ്കളാഴ്ച രാവിലെ 9-ന് സഭ വീണ്ടും ചേരും. അതിനിടെ നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കിയ നടപടിയിൽ ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ടെന്ന് LDF. പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നത് അനുകൂലമായി കണ്ടാൽ മതി എന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി അലക്സറ മുഹമ്മദ്, ഷഫീദ് റാവുത്തർ എന്നിവരാണ് തത്സമയം ചേരുന്നത്. ആദ്യം അലക്സറ മുഹമ്മദിലേക്ക്. അലക്സ്, എന്താണ് ഈ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ച നാടകീയ രംഗങ്ങൾ? എന്താണ് ആ നയപ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം? വേണു, അതിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. സംസ്ഥാന സർക്കാരും ഗവർണറുമായി രൂക്ഷമായ പോര് പരസ്യമായി തുടരുന്നതിനിടെയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ദിവസം എത്തുന്നത്. നയപ്രഖ്യാപനത്തിന് വേണ്ടി ഗവർണറെ ക്ഷണിക്കുന്നത് പോലും അത്തരമൊരു പശ്ചാത്തലത്തിന് ഇടയിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപ് സമാനമായി നയപ്രഖ്യാപനത്തിൽ ഗവർണർക്ക് ഇഷ്ടമല്ലാത്ത ഭാഗങ്ങൾ, അതായത് കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇന്നും സ്വാഭാവികമായി അത്തരത്തിലൊന്ന് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടിരുന്നത്. പക്ഷെ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അത്യന്തം നാടകീയമായ അസാധാരണ നീക്കങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടായി സഭയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാവിലെ ഏതാണ്ട് ഒരു 8:45 8:47 ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, നിയമസഭയിലേക്ക് എത്തുന്നത്. നിയമസഭയിൽ ഏതാണ്ട് 8:55 അദ്ദേഹം എത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, ഒപ്പം പാർലമെന്ററി കാര്യമന്ത്രി K രാധാകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ഗവർണറെ സ്വീകരിച്ചത്. പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടിയാണ്. ഗവർണർക്ക് ബൊക്ക നൽകിയാണ് സ്വീകരിച്ചത്. ആ ബൊക്ക ഗവർണർ വാങ്ങിയെങ്കിലും മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇരുവരും മുഖത്തോട് മുഖം നോക്കിയില്ല എന്നുള്ളതാണ് പ്രധാനം. അത് കഴിഞ്ഞ് ഗവർണർ സഭയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നു. 9 മണിയോടുകൂടി ഈ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുന്നു. ആദ്യ ഭാഗം, നയപ്രഖ്യാപനത്തിൻ്റെ ആദ്യ ഭാഗം, അത് അഭിസംബോധനയാണ്. സഭയെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. തുടർന്ന് അവസാന ഖണ്ഡികയിലേക്ക് താൻ പോകുന്നു എന്ന് പറഞ്ഞ് അവസാന ഭാഗം വായിക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം വായിച്ച ഭാഗം ഇങ്ങനെയാണ്: നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ല, ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹ്യനീതി എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോടും നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണ് ഇക്കാലം അത്രയും നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമായി നിലനിർത്തിയത് എന്ന് പറയുന്നു. സഹകരണ ഫെഡറലിസത്തിൻ്റെ അന്തസത്തയാണ്. ഈ അന്തസത്തയ്ക്ക് ശോഷണം സംഭവിക്കുന്നത് അംഗീകരിക്കാനാകില്ല. അതിന് ശോഷണം സംഭവിക്കാതെ ഉറപ്പാക്കേണ്ട നമ്മുടെ ബാധ്യത ആണ് എന്നും ഈ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. അത് പറഞ്ഞ് ജയ്ഹിന്ദ് പറഞ്ഞ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ച് അദ്ദേഹം സഭ വിട്ടിറങ്ങുകയായിരുന്നു. 1 മിനിറ്റും 20 സെക്കൻഡും നീണ്ട നയപ്രഖ്യാപന പ്രസംഗം. ഒരുപക്ഷെ സഭ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായിപ്പോയി. അത് സാമാജികർ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, അദ്ദേഹത്തിൻ്റെ മുഖഭാവമടക്കം നമ്മൾ കണ്ടതാണ്. സഭാ TV-യിൽ സ്പീക്കർ AN ഷംസീറിൻ്റെ മുഖഭാവമടക്കം കണ്ടതാണ്. ആ 1 മിനിറ്റ് 20 സെക്കൻഡ് നയപ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. മറ്റ് യാതൊരുവിധ പ്രതികരണത്തിനും തയ്യാറാകാതെ അദ്ദേഹം രാജ്ഭവനിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് സഭയ്ക്കുള്ളിൽ കണ്ടത്. സർക്കാർ തന്നെ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം, പ്രത്യേകിച്ച് സാമ്പത്തിക ഉപരോധം സംസ്ഥാനത്തിന് അടിച്ചേൽപ്പിക്കുന്നു തുടങ്ങിയ വലിയ വിമർശനങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. പൊതുവിൽ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണി സർക്കാർ പറഞ്ഞിരുന്നു. അതിനു പുറമെയാണ് ഈ സാമ്പത്തിക ഭാരം കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ വിമർശനം അതിൽ ഒരുക്കിയിരുന്നത്. കേന്ദ്രം അതിൽ പുനഃപരിശോധന നടത്തണം എന്ന് പോലും സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. അത്തരം വിമർശനങ്ങൾ സ്വാഭാവികമായി അദ്ദേഹം ഒഴിവാക്കും എന്നുള്ളത് മാത്രമാണ് സംസ്ഥാന സർക്കാർ കരുതിയിരുന്നതെങ്കിൽ അത് അപ്പാടെ തെറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ ആ 1 മിനിറ്റ് 20 സെക്കൻഡ് മാത്രം വായിച്ചു തന്റെ ഭരണഘടനാപരമായ ബാധ്യത താൻ നിറവേറ്റി എന്ന് വരുത്തി തീർത്ത് അദ്ദേഹം സഭ വിട്ടു പോവുകയായിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും അത് വഴിവെച്ചിട്ടുണ്ട്. സഭയ്ക്കുള്ളിൽ നടന്നതാണ്. അതിനുശേഷം പുറത്ത് കാര്യമായി തന്നെ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ ഉണ്ടായി. അത് ഭരണകക്ഷികളിൽ നിന്നുണ്ടായി, പ്രതിപക്ഷത്തു നിന്നുണ്ടായി. അത്തരം പ്രതികരണങ്ങൾ അത് ഗവർണർക്ക് അനുകൂലവും ഗവർണർക്കും സർക്കാരിനും പ്രതികൂലവുമായി ഉണ്ടായി. വേണു. ശരി, അലക്സറ മുഹമ്മദാണ് ഇന്ന് നിയമസഭയിലുണ്ടായ നാടകീയ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയത്. 1 മിനിറ്റ് 20 സെക്കൻഡ് മാത്രമാണ് നയപ്രഖ്യാപനത്തിലെ ഒരു ഭാഗം ഗവർണർ വായിച്ചത്. അതുതന്നെ ഏറ്റവും അവസാനത്തെ ഖണ്ഡികയായിരുന്നു. കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളുള്ള ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഖണ്ഡിക മാത്രമായി വായിച്ച് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം പേരിന് നിർവഹിച്ചു എന്ന മട്ടിൽ കാര്യങ്ങൾ ചെയ്ത് സഭ വേഗം വിട്ട് രാജ്ഭവനിലേക്ക് മടങ്ങിയത്. ഷഫീദ് റാവുത്തർ
പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം, സർക്കാരിൻ്റെ പ്രതികരണം അടക്കം അതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഇതിനുശേഷം പാർലമെന്ററി പാർട്ടി യോഗം LDF ചേരുന്നു, തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. തന്ത്രപരമായി എന്ത് സമീപനം എടുക്കണം എന്നാണ് ഭരണപക്ഷം ഇപ്പോൾ എത്തിയിരിക്കുന്ന തീരുമാനം? വേണു, നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉടലെടുത്ത വിവാദം അത് ആളിക്കത്തിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് LDFന്റെ ഇപ്പോഴത്തെ തീരുമാനം. കാരണം നമുക്കറിയാം, ഈ നവകേരള സദസ്സിന്റെ സമയത്ത് നമ്മൾ മന്ത്രി P. രാജീവ് ആകട്ടെ, MP രാജേഷ് ആകട്ടെ, സജി ചെറിയാൻ ആകട്ടെ, ക്യാബിനറ്റിലെ മന്ത്രിമാരൊക്കെ ഒരു ഘട്ടത്തിൽ ഗവർണർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ ഗവർണറെ കടന്നാക്രമിക്കുന്ന രീതി നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് ഈ നിയമസഭ കഴിയുന്നതിന് ശേഷം LDF പാർലമെന്ററി കാര്യ പാർട്ടി യോഗം നടക്കുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ മന്ത്രിമാരോട് മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ അവരുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. മന്ത്രി P. രാജീവ് ഒക്കെ പറഞ്ഞത് ഗവർണറെ ഒട്ടും വിമർശിക്കാത്ത തരത്തിലേക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചിട്ടുണ്ട്, അത് നിയമസഭാ രേഖയായി, പിന്നെന്താണ് കുഴപ്പം? സജി ചെറിയാൻ പറയുന്നു ഗവർണറുടെ നടപടിയിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. മറ്റു മന്ത്രിമാർ പറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണ മുഴുവൻ പ്രസംഗവും വായിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്ന് മന്ത്രിമാർ പരസ്യമായി പ്രതികരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, LDF പാർലമെന്ററി പാർട്ടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അത് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടൽ അത് ഗവർണറുമായി വേണ്ട, ഈ ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നത് അനുകൂലമായി കണ്ടാൽ മതി എന്ന യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. പ്രസംഗത്തിലെ സർക്കാരിൻ്റെ നയങ്ങൾ സംബന്ധിച്ച ഭാഗങ്ങൾ അതൊന്നും ഗവർണറോ രാജ്ഭവനോ ഒഴിവാക്കിയിട്ടില്ല. സർക്കാരിനെതിരെ ഗവർണർ ഒന്നും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാദം അത് ആളിക്കത്തിക്കേണ്ടത്, കൂടുതൽ ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് LDFന്റെ ഇക്കാര്യത്തിലെ നിലപാട്. അതേസമയം പ്രതിപക്ഷമാകട്ടെ ഈ വിഷയത്തിൽ അവരുടെ നിലപാട് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണറെ പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ സർക്കാരിനെ വിമർശിക്കുന്നു. സർക്കാരിൻ്റെയും ഗവർണറുടെയും നാടകം അതാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്ന പ്രതിപക്ഷം ഈ ഗവർണർ ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാതെ അത് ചുരുക്കിയത്, അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഭാഗം മാത്രം വായിച്ചത് അത് നിയമസഭയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നുള്ള കാര്യം അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. അപ്പോഴും അത് സർക്കാരിനെതിരെയുള്ള ഒരായുധമാക്കി പ്രതിപക്ഷം മാറ്റുകയും ചെയ്യുന്നുണ്ട്. വേണു. ശരി, ഷഫീദ് റാവുത്തറും അലക്സ് റാം മുഹമ്മദുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. മസാല ബോണ്ട് കേസിൽ കിഫ്ബിക്ക് തിരിച്ചടി. മസാല ബോണ്ട് കേസിൽ കിഫ്ബിക്ക് തിരിച്ചടി. സമൻസിന് മറുപടി നൽകിയേ തീരൂവെന്നും ED അന്വേഷണം തടയില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തുടർച്ചയായ സമൻസിലൂടെ ED ഉപദ്രവിക്കുന്നുവെന്നായിരുന്നു കിഫ്ബിയുടെ ആരോപണം. അന്വേഷണത്തോട് കിഫ്ബി സഹകരിച്ചാൽ കേസ് വേഗം തീർക്കാമെന്ന് ED അറിയിച്ചു. EDയുടെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ കിഫ്ബി സാവകാശം തേടി. നിയമലംഘനം ഉണ്ടായിട്ടില്ലെന്നും നിയമവിധേയമായാണ് മസാല ബോണ്ട് ഇറക്കിയതെന്നും ഡോക്ടർ TM തോമസ് ഐസക് ഇന്നും ആവർത്തിച്ചു. ഞങ്ങളുടെ വാദം മസാല ബോണ്ട് ഇറക്കിയിട്ടില്ലെന്നല്ല, ഇറക്കിയത് നിയമപരമായിട്ടാണ്. നിയമലംഘനം ഇങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും എന്നാ കഴിയുന്ന വിശദീകരണം കൊടുക്കാം. ഇനി ആ രേഖ ED കാണിച്ചത് എന്താ വിശദീകരിക്കുന്നത്? ഒന്ന്, കിഫ്ബി ബോർഡ് ആരെങ്കിലും ഒരു മന്ത്രി പറഞ്ഞാൽ ചെയ്യണ ഒരു വേദിയല്ല. സ്വതന്ത്രമായിട്ട് നിർഭയം ചർച്ച ചെയ്യുകയും പ്രൊഫഷണലായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു സമിതിയാണ്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, നേരത്തെ ഈ ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞ അതേ കോടതി തന്നെ EDയുടെ അന്വേഷണത്തിൽ ഇടപെടുന്നില്ല, അതുമായി സഹകരിക്കുമെന്ന് കിഫ്ബിയെ വിമർശിച്ചുകൊണ്ട് നിരീക്ഷണങ്ങൾ നടത്തിയ സാഹചര്യം എന്താണ്? ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ കിഫ്ബിക്ക് ഒട്ടും ശുഭകരമായിരുന്നില്ല ഇന്നത്തെ കാര്യങ്ങൾ. കോടതി തുടങ്ങിയത് തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഈ സമൻസിനോട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യത്തോടെയാണ്. നിങ്ങൾ ആദ്യം ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു, അതായത് ഈ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അത് കൊടുക്കാൻ സാധിക്കില്ല, അതിനാലാണ് സഹകരിക്കാത്തതെന്ന്. തുടർന്ന് ഈ ED തന്നെ ആ സമൻസ് പിൻവലിച്ച് നിങ്ങൾക്കൊരു പുതിയ സമൻസ് തന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സഹകരിക്കുകയല്ലേ വേണ്ടത്? ഒന്നുകിൽ രേഖകൾ നൽകാമെന്ന് പറയൂ, അല്ലെങ്കിൽ നൽകില്ല എന്ന് പറയൂ. എന്തായാലും സമൻസിനോട് സഹകരിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് കോടതി ഇന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി കോടതി പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് EDയുടെ സമൻസിനെ? അങ്ങനെ ഒരു ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നും വന്നു. അതിന് കിഫ്ബി കൊടുത്ത മറുപടി, ഇത് ഭയത്തിന്റെ കാര്യമല്ല, നേരെ മറിച്ച് ഉപദ്രവമാണ് നടക്കുന്നത്, പീഡനം നടക്കുന്നു. 6ാമത്തെ സമൻസാണ് നൽകിയത്, 6 സമൻസാണ് ഇതുവരെ നൽകിയത്. അതിനാൽ തന്നെ ഇതിനോടകം തന്നെ മുഴുവൻ രേഖകളും കൊടുത്തതാണ്. ഇനിയിപ്പോൾ പറയുന്നത് സർട്ടിഫൈഡ് കോപ്പി വേണം എന്നുള്ളതാണ്. ഇത് അനുവദിക്കാനാകില്ല എന്ന് കിഫ്ബിയും നിലപാടെടുത്തു. പക്ഷെ കോടതി പറഞ്ഞ ഒരു കാര്യം, ഒരു കാരണവശാലും ഇനി
ED-യുടെ അന്വേഷണത്തിൽ ഇടപെടാൻ സാധിക്കില്ല. നിങ്ങൾ മുൻപ് പറഞ്ഞ കാര്യം എന്തായാലും കോടതി കേട്ടു. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽ ചോദിച്ചു, അത് നൽകാൻ സാധിക്കില്ല എന്ന് കോടതി കൂടി നിങ്ങൾക്കൊപ്പം നിന്നു. ഇനി ഒരിക്കലും ഈ അന്വേഷണത്തിലെ തടസ്സപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ഉത്തരവും കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കുകയുണ്ടായി. തുടർന്ന് ED-യും പറഞ്ഞ കാര്യം ഇതാണ്: അന്വേഷണത്തോട് സഹകരിച്ചാൽ ഈ കേസ് വേഗം തീരും. മുൻപും പല പ്രമുഖരെയും അന്വേഷണത്തിനായി വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഫെമ കേസിൽ. അവരെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്, കേസും തീർന്നിട്ടുണ്ട്. കിഫ്ബിയും അതിന് തയ്യാറായേ മതിയാകൂ. ഇതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ, ED-ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ, കോടതിയെ അറിയിച്ചത്. ശ്രീകാന്ത്, അങ്ങനെയെങ്കിൽ ഈ നിരീക്ഷണം ഐസക്കിനും ഭംഗ്യന്തരേണ തിരിച്ചടിയാവുകയല്ലേ? ഒരു സംശയം വേണ്ട. കാരണം കിഫ്ബിക്ക് മാത്രമല്ല നോട്ടീസ് പോയിട്ടുള്ളത്, ഡോക്ടർ TM തോമസ് ഐസക്കിനും നോട്ടീസ് പോയിട്ടുണ്ട്. ആ നോട്ടീസ് TM തോമസ് ഐസക് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തില്ല എന്നേ ഉള്ളൂ, കിഫ്ബി ചോദ്യം ചെയ്ത് എത്തി. അതിനാൽ തന്നെ കിഫ്ബിക്ക് ഒരു മറുപടി നൽകിയതാണ്. അത് പരോക്ഷമായി ഡോക്ടർ TM തോമസ് ഐസക്കിനുമുള്ള മറുപടിയാണ്. കോടതിയിൽ നിന്നും ഈ സമൻസിന് എന്തായാലും മറുപടി നൽകിയേ സാധിക്കൂ. ഹാജരാവുകയോ ഹാജരാവാതിരിക്കുകയോ അതല്ല കോടതി പറയുന്നത്. സമൻസിന് മറുപടി നൽകുക എന്നുള്ളതാണ്. നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തിട്ടില്ല, ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ED. ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നു, അതിന്റെ ഭാഗമായി രേഖകൾ ആവശ്യപ്പെടുന്നു, അത് നൽകില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ല. അതാണ് കോടതിയുടെ നിലപാട്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിൽ. കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിനിടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബംഗാളിൽ. മമതാ ബാനർജിയുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയേക്കും. അതിനിടെ ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തെത്തി. അയോധ്യ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അസമിൽ വർഗീയ കലാപം നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. അസമിൽ യാത്രയ്ക്കിടെ ഉണ്ടായ സംഘർഷങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത കേസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, ഈ ന്യായ് യാത്ര ബംഗാളിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യ മുന്നണി നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും എന്തൊക്കെയാണ്? വേണു, യഥാർത്ഥത്തിൽ ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഇന്നത്തേത് എന്നുള്ളത്. കാരണം വടക്ക് കിഴക്കിലെ സംസ്ഥാനങ്ങൾ പിന്നിട്ടുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ബംഗാളിലേക്കാണ് ഇന്ന് യാത്ര എത്തിയത്. ബംഗാളിലെ അതിർത്തിയിൽ വെച്ച് കൂച്ച് ബിഹാറിൽ വെച്ച് വലിയ വരവേൽപ്പ് തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യാത്രയ്ക്ക് ലഭിച്ചു. പതാക കൈമാറൽ ചടങ്ങും മറ്റും വലിയ ആഘോഷമായി തന്നെ നടത്തിയെങ്കിൽ പോലും ഈ ബംഗാളിലെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായ തൃണമൂൽ കോൺഗ്രസ്, CPIM എന്നിവരെ ഈ യാത്രയ്ക്ക് ക്ഷണിച്ചിരുന്നു. യാത്ര എത്തുന്നതിന് തൊട്ടു മുമ്പാണ് തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ഭാരത് ജോഡോ യാത്രയിൽ തന്നെ ക്ഷണിച്ചിട്ട് പോലുമില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് മമതാ ബാനർജി രംഗത്തെത്തിയത്. മമതയുമായുള്ള അനുനയ സാധ്യതകൾ അന്വേഷിക്കുകയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് എന്നുള്ളത്. ഇന്ന് ബംഗാളിലെത്തിയ ശേഷം നാളെയും മറ്റന്നാളും യാത്രയ്ക്ക് അവധിയാണ്. ആ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മമതാ ബാനർജിയുമായി ചർച്ചകൾക്കുള്ള സാധ്യതകൾ തേടും. ഏറ്റവും ഒടുവിൽ ജയറാം രമേശ് വ്യക്തമാക്കിയതും മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ മമതയുമായി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തനിക്കുണ്ട് എന്നുള്ളതാണ്. കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് BJPക്കെതിരായ പോരാട്ടമാണ് കോൺഗ്രസിൻ്റെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ലക്ഷ്യം എന്നുള്ളതാണ്. അതേസമയം ഈ ചർച്ചകൾ എത്രത്തോളം ഫലം കാണും എന്നുള്ളത് ഇനിയും കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. 2 സീറ്റ് എന്ന മമതയുടെ വാഗ്ദാനം ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ ബംഗാളിലെ കോൺഗ്രസ് തയ്യാറല്ല. കാരണം മമതയില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തന്നെ തങ്ങൾക്ക് ആ 2 സീറ്റുകൾ, നിലവിലുള്ള മാൾഡ സൗത്തും ബഹരംപൂർ എന്നീ 2 സീറ്റുകൾ ലഭിക്കും എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരിയുടെ നിലപാട് എന്നുള്ളത്. കൂടാതെ തൃണമൂലുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് തന്നെ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഘടകത്തെ അവഗണിച്ചുകൊണ്ട് വേണം ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് മമതയുമായി ചർച്ച നടത്താനും മമത ആവശ്യപ്പെട്ടതുപോലെ മറ്റൊരു ഉപാധിയായ അസമിലോ മേഘാലയയിലോ സീറ്റുകൾ നൽകാനും എന്നുള്ളത്. അത്തരത്തിലുള്ള സാധ്യതകൾ ഉൾപ്പെടെ കോൺഗ്രസ് പരിശോധിച്ചു വരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയമാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ അത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് വിട്ടതിനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. കടുത്ത ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ അസമിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, വർഗീയ സംഘർഷമുണ്ടാക്കാൻ ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ ലക്ഷ്യം വെച്ചിരുന്നു എന്നാണ്
അദ്ദേഹം ആരോപിക്കുന്നത് അസമിലെ ജനങ്ങളും BJP പ്രവർത്തകരും സംയമനം പാലിച്ചതുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കിയത് എന്നും ഇതിന് കടുത്ത തിരിച്ചടി തന്നെ അസമിലെയും രാജ്യത്തെയും ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നൽകും എന്നുള്ളതുമാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രതികരണം. വേണു. ബൽറാം തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ബീഹാറിൽ രാഷ്ട്രീയ നീക്കവുമായി BJP. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ഫോണിൽ സംസാരിച്ചതായി റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബീഹാറിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാനുള്ള കോൺഗ്രസ് ക്ഷണം നിതീഷ് കുമാർ സ്വീകരിച്ചിരുന്നില്ല. അതിനിടെ നിതീഷിനെ വിമർശിച്ച് ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ രംഗത്തെത്തി. കാറ്റുപോലെ രാഷ്ട്രീയം മാറുന്ന രാഷ്ട്രീയ സോഷ്യലിസ്റ്റ് നേതാവാണ് നിതീഷ് കുമാർ എന്നായിരുന്നു വിമർശനം. ഈ വാർത്തയുടെ വിശദാംശങ്ങളും ബൽറാം നെടുങ്ങാടി നൽകും. ബൽറാം, എന്താണ് നിതീഷ് കുമാറിന്റെ നീക്കം? വേണു, ഏറ്റവും ഒടുവിൽ ബീഹാറിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നിതീഷ് കുമാർ BJPയുമായി വീണ്ടും ചർച്ചകൾ നടത്തിയിരിക്കുന്നു. NDAയിലേക്ക് തിരിച്ചെത്താൻ തന്നെയാണ് നിതീഷിന്റെ നീക്കങ്ങൾ എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ നിതീഷിന് മുന്നിൽ ഈ ഘട്ടത്തിൽ BJP ചില ഉപാധികൾ വെച്ചതായുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. 2 ഉപാധികളാണ്. മുന്നണിയിലേക്ക് എത്തും മുമ്പ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം. മറ്റൊരു ഉപാധി എന്നുള്ളത് മടങ്ങിയെത്തിയാലും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകരുത് എന്നുള്ളതാണ് 2 ഉപാധികൾ. അത് നിതീഷ് അംഗീകരിക്കുമോ എന്നുള്ളത് ഇനി അറിയേണ്ടതുണ്ട്. RJDയും JDUവും തമ്മിൽ ദിവസങ്ങളായി പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ തുടർച്ചയായി തന്നെ അട്ടിമറിക്കാൻ RJDയുടെ നേതൃത്വത്തിൽ നീക്കങ്ങൾ നടത്തുന്നു എന്ന തരത്തിൽ ഉള്ള സൂചനകൾ ലഭിച്ചതിനെ തുടർന്നാണ് തൻ്റെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗിനെ മാറ്റുന്ന നടപടി അദ്ദേഹത്തിന്റെ നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ തുടർച്ചയായി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഏറ്റവും ഒടുവിൽ കർപ്പൂരി താക്കൂറിന് ഭാരത് രത്ന നൽകിയത് വീണ്ടും ഒരു വിഷയമായി ഉയർന്നു വന്നിരിക്കുന്നു. കർപ്പൂരി താക്കൂറിനെ സ്ഥിരമായി വിമർശിച്ചിരുന്ന, അവഹേളിച്ചിരുന്ന നേതാവാണ് ലാലു പ്രസാദ് യാദവ് എന്നാണ് BJP നേതൃത്വം ഈ പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ തുറന്നടിച്ചത്. ഈ ഭാരത് രത്നയുടെ പേരിൽ കർപ്പൂരി താക്കൂറിന്റെ 2 ശിഷ്യരായ നിതീഷ് കുമാറിനെയും ഒപ്പം തന്നെ ലാലു പ്രസാദ് യാദവിനെയും തമ്മിൽ തെറ്റിക്കുക എന്ന ഉള്ള ഒരു ലക്ഷ്യത്തിലേക്ക് BJP നീങ്ങുന്നുവെന്നും നിതീഷ് അതിൽ ഒരു പരിധിവരെ വശംവദനായിരിക്കുന്നു എന്നുള്ളതുമാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ. ഏറ്റവും നിതീഷ് കുമാർ പരസ്യമായ വേദിയിൽ തന്നെ കർപ്പൂരി താക്കൂറിനെ പ്രകീർത്തിച്ചുകൊണ്ട് താനും കർപ്പൂരി താക്കൂറും കുടുംബ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരല്ല, തൻ്റെ കുടുംബാംഗങ്ങൾക്ക് യാതൊരു പദവിയും നൽകാൻ ശ്രമിച്ചിട്ടില്ല, എന്നാൽ ഇവിടെ ചിലർ സ്വന്തം കുടുംബാംഗങ്ങളുടെ അഭിവൃദ്ധി മാത്രമാണ് ശ്രമിക്കുന്നത് എന്ന ലാലു പ്രസാദ് യാദവിനെയും കുടുംബത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പരസ്യമായ പരാമർശം നടത്തിയിരുന്നു. ഇതിനെതിരെ ലാലുവിൻ്റെ മകൾ രോഹിണി ആചാര്യ എക്സ് അക്കൗണ്ടിലൂടെ പ്രതികരണം നടത്തി. കാറ്റുപോലെ രാഷ്ട്രീയം മാറുന്ന സോഷ്യലിസ്റ്റ് നേതാവാണ് നിതീഷ് കുമാർ എന്നും സ്വന്തം തെറ്റുകളും കുറവുകളും മനസ്സിലാക്കാൻ കഴിയാത്ത അദ്ദേഹം മറ്റുള്ളവർക്ക് നേരെ ചെളി വാരിയെറിയുകയാണ് എന്നുള്ള പ്രതികരണം രോഹിണി നടത്തിയിരുന്നു. പിന്നീട് സ്വയം ആ പോസ്റ്റ് നീക്കം ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ മകളുടെ ഭാഗത്തു നിന്നും ഒരു കടുത്ത പരാമർശമുണ്ടായിട്ടും അതിനെതിരെ അല്ലെങ്കിൽ അതിൽ രോഹിണിക്കെതിരെ യാതൊരു പ്രതികരണവും ലാലുവിൻ്റെയോ തേജസ്വിയുടെയോ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന പരാതി JDUവിന് ഉണ്ട്. നിതീഷിന് അക്കാര്യത്തിൽ വലിയ അതൃപ്തിയുണ്ട് എന്നാണ് അറിയുന്നത്. ഇത് നിലനിൽക്കുന്നതിനിടെയാണ് അമിത്ഷാ നിതീഷ് കുമാറുമായി ചർച്ച നടത്തുകയും ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ ബീഹാറിലെ സാഹചര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇതിനകം എന്നാൽ നിതീഷിന് ഇത്തരത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ഒരു പ്രധാന തടസ്സമായി മാറുന്നത് RJDക്ക് ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗം MLA മാർ ഇപ്പോഴും JDUവിലുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് നിലവിൽ ബീഹാർ രാഷ്ട്രീയം എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന സൂചനകളും വ്യക്തമാക്കുന്നത്. വേണു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. തൃശൂർ പട്ടിക്കാട് വനം വകുപ്പ് വാച്ചറെ കാട്ടാന ആക്രമിച്ചു. പട്ടിക്കാട് റേഞ്ചിലെ വാച്ചർ ആൻഡോയെയാണ് ആക്രമിച്ചത്. ഇന്ന് രാവിലെ ഫയർ ലൈൻ ജോലിയുടെ ഭാഗമായി വനാതിർത്തിയിലെത്തിയപ്പോഴായിരുന്നു സംഭവം. കാല് ചിതറിയോടിയ പെണ്ണുങ്ങൾക്ക് സാരമായ പരിക്കുകളുണ്ട്. അവർ വീഴുകയും കയ്യും കാലും പൊട്ടുകയും ഒരയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി എത്താനുള്ള സമയം 3/4 മണിക്കൂറോളം എടുത്തെങ്കിലും അവർ ഉടനെ തന്നെ എത്തിയായിരുന്നു. എന്തായാലും എല്ലാ പെണ്ണുങ്ങളെയും സ്വസ്ഥമായി പുറത്തിറക്കി അവർ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. തുടർന്നുള്ള പണിക്ക് അവർ വരില്ല എന്നാണ് പറയുന്നത്. ജീവിതത്തിലെ ആദ്യമായിട്ടുള്ള പേടിയെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആനയെ കാണാറുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാറില്ല. എന്നും നടക്കും, വീഡിയോ എടുക്കും, ഓടിക്കാറൊക്കെ ഉണ്ടെങ്കിലും ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്. സൂര്യ സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂര്യ, എന്താണ് കൂടുതൽ വിവരങ്ങൾ?
വേണു, രാവിലെ 9 മണിയോട് കൂടിയാണ് ഈ ഫയർ ലൈൻ വർക്കിനായിട്ട് ഈ ആൻഡോയും അതുപോലെ തന്നെ 8 സ്ത്രീകളും 3 പുരുഷന്മാരും അടങ്ങുന്ന സംഘം ഈ കാട് കയറുന്നത്. പട്ടിക്കാട് റേഞ്ചിലാണ് ഇവർ കാട് കയറി എത്തുന്നത്. ആ സമയമാണ് ആന അങ്ങോട്ടേക്ക് എത്തുകയും കാട്ടാന ഇവരെ ഓടിക്കുകയും ചെയ്തത്. ആൻഡോയ്ക്ക് പെട്ടെന്ന് ഓടി മാറുന്നതിന് കഴിഞ്ഞിരുന്നില്ല. പിന്നാലെ ആൻഡോയുടെ ഉടുമുണ്ടിൽ ഈ ആന തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിക്കുകയായിരുന്നു. പിന്നാലെ ഈ മുണ്ട് ഉരിഞ്ഞു കളഞ്ഞ് ഓടിയത് കൊണ്ട് മാത്രമാണ് മറ്റ് അപകടങ്ങളോ പരിക്കുകളോ ഒന്നുമില്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ആൻഡോ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളടക്കം ുള്ളവർ ചിതറി ഓടുകയും ചെയ്തു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അടക്കം തെറിച്ചുപോയി. പലർക്കും ഈ ഓടുന്നതിനിടയിൽ വീഴുകയും ചെറിയ ചെറിയ പരിക്കുകൾ ഏൽക്കുകയും എല്ലാം ചെയ്തു. പിന്നാലെ പരിഭ്രാന്തിപ്പെട്ട് പലയിടങ്ങളിലായി ഈ സംഘത്തിലുണ്ടായിരുന്നവർ ഒളിച്ചിരിക്കുകയായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷമാണ് കാട്ടാന ഇവിടെ നിന്ന് മടങ്ങിയത്. ആ സമയത്ത് തൊഴിലാളികൾ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാടിനകത്തേക്ക് എത്തിയതിനു ശേഷമാണ് ഈ സംഘത്തെ മടക്കിക്കൊണ്ടുവന്നത്. എന്തായാലും വലിയ പരിഭ്രാന്തിയിലായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പിന്നീട് ഇന്നത്തേക്ക് ജോലി ചെയ്യാതെ മടങ്ങുകയായിരുന്നു. കാരണം സ്ത്രീകൾ അടക്കമുള്ളവരുടെ ആദ്യ അനുഭവമാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം നേരിടുന്നതെന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയോടുകൂടി അവർ കാടിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ആൻഡോയ്ക്കും ഗുരുതരമായ പരിക്കുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേണു, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കമിട്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് പ്രധാനമന്ത്രിയുടെ വെർച്വൽ സാന്നിധ്യത്തിൽ പ്രചാരണ വീഡിയോ പുറത്തുവിട്ടത്. അയോധ്യ പ്രതിഷ്ഠയും G20യുടെ ദൃശ്യങ്ങളും ചന്ദ്രയാൻ ദൗത്യവും വീഡിയോയിലുണ്ട്. കുടുംബാധിപത്യ പാർട്ടിയെ പരാജയപ്പെടുത്താൻ യുവാക്കൾ വോട്ട് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. BJPയുടെ പ്രകടന പത്രികയിലേക്ക് യുവാക്കൾ നിർദ്ദേശം നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വീഡിയോയിൽ പറയുന്നത്? വേണു, പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം BJP 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആദ്യ തുടക്കം എന്ന നിലയിലാണ് ഈ പ്രചരണ വീഡിയോ ഇന്ന് JP നദ്ദ പുറത്തിറക്കുന്നത്. ഇന്ന് ദേശീയ വോട്ടേഴ്സ് ദിനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയിൽ യുവ വോട്ടർമാരോട് പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന് മുൻപാണ് JP നദ്ദ ഇക്കാര്യം ഈ പ്രചരണ ദൃശ്യങ്ങൾ ഈ BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കുന്നത്. അതിൽ പ്രധാനമായും ആ ദൃശ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ പല വിഷയങ്ങളാണ്. അതായത് ഈ G20 വലിയ തരത്തിലുള്ള ഒരു വിജയമായി BJP ഉയർത്തിക്കാട്ടിയിരുന്നു. ഒപ്പം തന്നെ അത് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ഒന്നുകൂടിയാണ്. മറ്റൊന്ന് ഈ ചന്ദ്രയാൻ ദൗത്യമാണ്. അതൊരു വിജയം കൈവരിച്ച ഒരു ദൗത്യമാണ്. ഒപ്പം ഈ അവസാനമായി നടന്ന പ്രാണപ്രതിഷ്ഠ, പിന്നെ മറ്റ് വികസന പരിപാടികളുടെ ഉദ്ഘാടനം തുടങ്ങിയവയ്ക്കാണ് ഈ ദൃശ്യങ്ങളായി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഉയർത്തിക്കാട്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിന് ക്യാപ്ഷനായി അതിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത് സ്വപ്നങ്ങളല്ല, മറിച്ച് ഈ യാഥാർത്ഥ്യങ്ങളെ സാക്ഷാത്കരിക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് മോദിയെ വീണ്ടും ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ഒരു പരോക്ഷ വിമർശനമാണ്, കോൺഗ്രസിന്റെ പേരെടുത്ത് പറയാതെയുള്ള ഒരു വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടേണ്ടത് ഈ കുടുംബാധിപത്യം യുവത്വത്തിൻ്റെ ഭാവി തകർക്കുന്ന ഒന്നാണ്, യുവത്വത്തിൻ്റെ ഭാവിക്ക് ഭീഷണിയായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബാധിപത്യത്തെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് യുവാക്കൾ ഒന്നടങ്കം BJPക്ക് വോട്ട് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിന് പുറമെ മറ്റൊന്ന് ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിന് യുവാക്കളുടെ അഭിപ്രായം കൂടി ഇപ്പോൾ പ്രധാനമന്ത്രി ക്ഷണിച്ചിരിക്കുകയാണ്. അതായത് യുവാക്കൾ നൽകുന്ന അഭിപ്രായത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും പ്രകടന പത്രിക BJP 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പുറത്തിറക്കുക. എന്തായാലും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യത്തിൽ ആദ്യ നീക്കം എന്ന നിലയിലാണ് BJP ഇപ്പോൾ ഈ പ്രചരണ ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിട്ടിരിക്കുന്നത്. വേണു, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഫ്ലവേഴ്സ് 1 കോടി ഇമ്പാക്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപത്തുക തിരികെ ലഭിക്കാഞ്ഞതോടെ ദയാവധത്തിന് അനുമതി തേടിയ ജോഷി ആന്റണിക്ക് പണം തിരികെ നൽകും. മുഴുവൻ തുകയും നൽകാൻ ബാങ്ക് അധികൃതർക്ക് മന്ത്രി VN വാസവൻ നിർദ്ദേശം നൽകി. ഫ്ലവേഴ്സ് 1 കോടിയിൽ ദുരവസ്ഥ വിവരിച്ച് ജോഷി ആന്റണി പങ്കെടുത്തതിന് പിന്നാലെയാണ് ഇടപെടൽ. തന്റെ കുടുംബാംഗങ്ങൾ നിക്ഷേപിച്ച തുകയടക്കം തിരികെ ലഭിക്കണമെന്ന് ജോഷി ആന്റണി പ്രതികരിച്ചു. ഫ്ലവേഴ്സ് 1 കോടി ഇമ്പാക്ട്. ജോഷി ആന്റണി, വയസ്സ് 53, 2 തവണ തലയിൽ ട്യൂമർ, 20 കൊല്ലത്തിനിടെ 21 ശസ്ത്രക്രിയകൾ,
രോഗങ്ങളെ മനോധൈര്യം കൊണ്ട് നേരിട്ടപ്പോൾ തളർത്തിയത് കരുവന്നൂർ സഹകരണ ബാങ്ക്. ജീവിത സമ്പാദ്യമായ 84 ലക്ഷം രൂപയാണ് ജോഷി ആന്റണിക്ക് കരുവന്നൂരിൽ നഷ്ടമായത്. ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ദുരിതക്കയത്തിൽ മുങ്ങിയ നിമിഷത്തിലാണ് ദയാവധത്തിനഭ്യർത്ഥിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചത്. ഈ കഥ മുഴുവൻ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ജോഷി വിവരിച്ചു. നുണകളാണ് പടച്ചുവിടുന്നത്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, എൻ്റെ തൊട്ട വീട്ടിലത്തെയാണ്. അദ്ദേഹത്തിന് 2019 ഡ്യൂ ആയി കിടക്കുന്ന പൈസ നിങ്ങൾ പുതുക്കിയിട്ടില്ല, 2019 ബേസ് എമൗണ്ട് തരാം മേടിച്ചിട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ ആള് പറഞ്ഞു ശരി പൈസ ഇപ്പോൾ പലിശ പൊക്കോട്ടെ ഉള്ളത് ഇതാ. ഇങ്ങനെയാണ് പലരും പൈസ മേടിച്ചിട്ട് പോണത്. ആ കൊള്ളയാണ് നടക്കുന്നത് സർക്കാർ നിശ്ചയിച്ച അഡ്മിനിസ്ട്രേറ്റർ. വിഷയത്തിൽ ഇടപെടുമെന്ന് അവതാരകനും 24 ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായരുടെ ഉറപ്പ്. താങ്കൾക്ക് കുടുംബവും എല്ലാവരും ആൾക്കാർ പറഞ്ഞ 2 മക്കൾ പഠിക്കുന്നു, അവരുടെ ജീവിത സാഹചര്യം അതെല്ലാം പരിഗണിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് കൂടി ഇതിൽ നിന്ന് ഇടപെടാനൊരു അവസരം താങ്കൾ തരിക. തൊട്ടു പിന്നാലെ ജോഷി ആന്റണിക്ക് മുഴുവൻ പണവും തിരിച്ചു നൽകുമെന്ന് മന്ത്രി VN വാസവൻ. ഏതാണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള 23 ലക്ഷം രൂപയാണ്, അത് പൂർണ്ണമായി കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. നേരത്തെ 15 ലക്ഷം രൂപ കൊടുത്തിരുന്നു എന്നപ്പോൾ കൺവീനർ ഇങ്ങോട്ട് പറഞ്ഞു, ബാക്കി എത്രയാണോ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് ചികിത്സയ്ക്ക് വേണ്ടി അത് കൊടുക്കണം. ആ കാര്യത്തിൽ ഒരു ലോഹവും വരുത്താതെ ബാങ്ക് ചെയ്യും, അങ്ങനെയുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് അധികൃതരെ വിശ്വാസമില്ലെന്നും കുടുംബാംഗങ്ങൾ നിക്ഷേപിച്ച തുകയടക്കം തിരികെ കിട്ടണമെന്നും ജോഷി ആന്റണി പ്രതികരിച്ചു. സഹകരണ ബാങ്കിന്, കരുവന്നൂർ ബാങ്കിന് 1 രൂപയ്ക്ക് വിശ്വാസമല്ലേ. എൻ്റെ കുടുംബത്തിനും മൊത്തം അവർ വാഗ്ദാനം ചെയ്താൽ 23 ലക്ഷം രൂപ. ഇവരെങ്ങനെ കണക്കുണ്ടാക്കണം? എൻ്റെ മുകളിൽ ഞാനൊരു അക്കൗണ്ടൻ്റാണ്, എൻ്റെ കയ്യിൽ കണക്കുണ്ട്, കൃത്യമായിട്ട് ഇന്ന് വരെയുള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് തന്നെ മുഴുവൻ തുകയും തിരികെ നൽകാനാണ് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർക്ക് മന്ത്രി VN വാസവൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് 24. കൂടുതൽ വിവരങ്ങളുമായി സൂരജ് സജീദ് ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ പണം നൽകാനുള്ള നടപടികൾ എന്തായി? വേണു, ഇന്ന് തന്നെ പണം നൽകും എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിരുന്നത്. അത് പ്രകാരമുള്ള നടപടികളിലേക്ക് ബാങ്ക് കടക്കും എന്നൊരു വിവരം രാവിലെ ഉണ്ടായിരുന്നു. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ അടക്കമുള്ളവർ ഈ ജോഷിയുമായി ഒരു പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ചർച്ചകളാകാം എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. വൈകുന്നേരത്തോടു കൂടി ഈ പണം കൈമാറാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് നമ്മളും മനസ്സിലാക്കുന്നത്. എന്തായാലും ജോഷി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഇപ്പോഴും താൻ ബാങ്ക് അധികൃതരിൽ വിശ്വസിക്കുന്നില്ല, കാരണം തനിക്ക് ഈ പണം ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല എന്നുള്ളത് തന്നെയാണ് ജോഷി പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് മന്ത്രി പറഞ്ഞത് ജോഷിയുടെ പേരിലുള്ള പണം മടക്കി നൽകാം എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം ആവശ്യപ്പെടുന്നത് തന്റെ കുടുംബാംഗങ്ങളുടെ അടക്കം ഉള്ളവരുടെ പണമുണ്ട്. 83 ലക്ഷം രൂപയിലധികം രൂപയാണ് ഈ ജോഷിക്ക് കിട്ടാനുള്ളത്. ആ മുഴുവൻ പണവും വേണം എന്ന നിലപാടിൽ തന്നെയാണ് ജോഷി ഉള്ളത്. എന്തായാലും ഇന്ന് തന്നെ പണം കൈമാറും എന്നൊരു പ്രതീക്ഷയിലാണുള്ളത്. ബാങ്ക് അധികൃതർ ഇത് സംബന്ധിച്ച് ചർച്ചകളിലേക്ക് വൈകുന്നേരത്തോടു കൂടി കടക്കും. വേണു, സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേർന്നത് തൃശ്ശൂരിൽ നിന്ന്. ഇനി മാർക്കറ്റ് വ്യൂവുമായി ക്രിസ്റ്റീന ചെറിയാൻ ചേരുന്നു. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. വ്യാപാരാന്ത്യത്തിൽ തകർന്ന വിപണികൾ. സെൻസെക്സ് 360 പോയിന്റ് ഇടിഞ്ഞു. മിഡ് ക്യാപ് സൂചികകൾ ഇടിഞ്ഞു. നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് സ്മോൾ ക്യാപ്. മൂന്നാം പാദത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന് 3 ഇരട്ടി ലാഭം രേഖപ്പെടുത്തിയത്. 2223 കോടിയുടെ ലാഭം. പലിശ വരുമാനത്തിലും വർധന. മൊത്തം നിഷ്ക്രിയ ആസ്തി മൊത്തം വായ്പയുടെ 6.24% കുറഞ്ഞു. അമേരിക്കൻ ഓഹരി വിപണിയിലെ മുന്നേറ്റത്തിൽ പുതിയ നാഴികക്കല്ലുകൾ താണ്ടി കമ്പനികൾ. $1,00,000 കോടി ക്ലബിൽ വീണ്ടും മെറ്റ. $3,00,000 കോടി ക്ലബിൽ മൈക്രോസോഫ്റ്റ്. കൂട്ട പിരിച്ചുവിടലിന് ശേഷം മെറ്റ ഓഹരിയിൽ 200% കുതിപ്പ്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല യോഗം അടുത്ത മാസം. വികസ്വര രാജ്യങ്ങളിലെ മത്സ്യബന്ധന തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ഇന്ത്യ. ആഗോള മത്സ്യത്തൊഴിലാളികളുടെ 25% ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ താൽപര്യം സംരക്ഷിക്കൽ ലക്ഷ്യമെന്ന് സർക്കാർ വൃത്തങ്ങൾ. കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ വരികയാണ്. അതിനിടെയാണ് 47,000 കോടിയുടെ കുടിശ്ശിക കേരളത്തിനുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി തീർന്നു. സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് ഇക്കാര്യത്തിൽ? കടമെടുപ്പ് പരിധി കൂട്ടിത്തരുമോ, അതുപോലെ തന്നെ വിഹിതം കൂട്ടിത്തരുമോ, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് സംസ്ഥാനം. അതോടൊപ്പം തന്നെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 5-നുണ്ട്. കേന്ദ്ര ബജറ്റ് ഇടക്കാല ബജറ്റോ വോട്ട് ഓൺ അക്കൗണ്ടോ ആകാം. അത് ഫെബ്രുവരി 1-നുണ്ട്. ഇനി പേയ്മെന്റ് അഗ്രിഗേറ്റർ ആകാൻ RBI അനുമതി സൊമാറ്റോയ്ക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സൊമാറ്റോ
സൊമാറ്റോ ഇനിയിപ്പോൾ ഒരു ഡെലിവറി സിസ്റ്റം എന്നതിലുപരി അതിൻ്റെ ഉപകമ്പനിയായ സൊമാറ്റോ പേയ്മെൻറ്റ് സിസ്റ്റംസ് ലിമിറ്റഡ് അതിനി പേയ്മെൻറ്റ് സെഗ്മെൻറ്റിലേക്ക് കൂടി പ്രവർത്തിക്കുന്നു. ഇനി ഗൂഗിൾ പേ ഒക്കെ പോലെ തന്നെ സൊമാറ്റോയുടെ ഒരു പേയ്മെൻറ്റ് സിസ്റ്റം കൂടി വരുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. 2024 ജനുവരി 24 മുതൽ ഇത് പ്രാബല്യത്തിലായിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് അഗ്രിഗേറ്ററായിട്ട് അവർക്ക് വർക്ക് ചെയ്യാം. ഡിസ്നിയുമായിട്ട് ചേർന്ന് $1.4 ബില്യൺ TV ക്രിക്കറ്റ് അവകാശ ഇടപാടിൽ തിരിച്ചെത്തി എന്ന വാർത്തയും വരുന്നുണ്ട്. ഇനി വിപണികളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിപണികളിൽ ഇന്ന് നഷ്ടത്തിന്റെ ദിവസമായിരുന്നു. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ എക്സ്പയറി ഉള്ള ദിവസമാണ്. നിഫ്റ്റി ദേശീയ ഓഹരി വിപണി 101 പോയിന്റ് ഇടിഞ്ഞ് 21,352 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 21,300 എന്നതിൽ താഴ്ന്നില്ല എന്നൊരു നല്ല ഘടകമുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ആണെങ്കിലും ഉച്ചയ്ക്കൊക്കെ കണ്ട 500 പോയിന്റ് 600 പോയിന്റ് ഇടിവ് എന്നുള്ളത് ലഘൂകരിക്കപ്പെട്ടു. 216 പോയിന്റ് ഇടിവിൽ 44,866 വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഫൈനാൻഷ്യൽ സർവീസസ് നിഫ്റ്റിയും അതേപോലെ തന്നെ 107 പോയിന്റ് ഇടിഞ്ഞാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി BSE സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ 73,000, 72,000, 71,000 കടന്ന് ഇപ്പോൾ 70,700 കണ്ടാൽ ഒരു ഫാൻസി നമ്പറൊക്കെ പോലെ തോന്നും. പക്ഷേ 70,000 എന്ന ആ നിലയിൽ തന്നെ കറങ്ങുകയാണ് സെൻസെക്സ്. ഇപ്പോഴും 359, 360 പോയിന്റാണ് ഇന്ന് ഇതുവരെ രേഖപ്പെടുത്തിയത്. രൂപയ്ക്ക് ഇന്ന് നേരിയ നേട്ടമുണ്ട്. 3 പൈസയുടെ നേട്ടമാണെന്ന് രൂപ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മോടൊപ്പം അതിഥിയുണ്ട്. ശ്രീ പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, ഗുഡ് ഈവനിങ്. വിപണിക്ക് ഇന്ന് അത്ര നല്ല ദിവസമല്ലായിരുന്നു. ഒന്ന് നമുക്കറിയാം, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ എക്സ്പയറി ഡേറ്റ് ആണ്. അതിലുപരിയായി നിക്ഷേപകരെ സ്വാധീനിച്ച ചില ഘടകങ്ങളുണ്ട്. ഇനി അടുത്ത ആഴ്ചകളിൽ ബജറ്റ് വരാൻ പോകുന്നുണ്ട്. വരും ആഴ്ചകളിൽ എങ്ങനെയായിരിക്കും ഇതിപ്പോൾ? നാളെ ഇനിയിപ്പോൾ ഓഹരി വിപണികൾ അവധിയാണല്ലോ. അപ്പോൾ വരും ആഴ്ചകളിൽ എങ്ങനെയായിരിക്കും വിപണിയുടെ ഒരു പോക്ക്? ഇന്നത്തെ ഒരു വ്യാപാരാവലോകനം. വരുന്ന ആഴ്ചകളിൽ, അതായത് വെള്ളി, ശനി, ഞായർ അവധിയാണ്. നമുക്കൊരു ലോങ് വീക്കെൻഡാണ് ഇപ്രാവശ്യം ഉള്ളത്. തിങ്കളാഴ്ച പുതിയ എക്സ്പയറി ആരംഭിക്കുകയാണ്. പൊതുവെ പുതിയ എക്സ്പയറി ആരംഭിക്കുമ്പോൾ ഒരു ഉണർവ് മാർക്കറ്റിൽ ഉണ്ടാകാറുണ്ട്. അതിന് പുറമെ നമുക്ക് ഫെബ്രുവരി 1-ാം തീയതിയിലത്തെ ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ഈ 2 ഘടകങ്ങളും അടുത്ത ആഴ്ചത്തെ ആദ്യത്തെ 3 ദിവസങ്ങളിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. തീർച്ചയായും ബഡ്ജറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ മാർക്കറ്റിലെ പല വിഭാഗങ്ങളും പോസിറ്റീവായിട്ട് നിൽക്കാനും പ്രതീക്ഷയിൽ നിലനിൽക്കാനുമാണ് സാധ്യതകൾ ആദ്യ ദിവസങ്ങളിൽ കാണുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 21,250-നും 21,450-നും ഇടയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ഒരു റേഞ്ചിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് അത്യാവശ്യം വോളറ്റൈലായിട്ടായിരുന്നു മാർക്കറ്റിൽ നിന്ന്. പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനൊന്നും മാർക്കറ്റിന് ഉണ്ടായിരുന്നില്ല. ഏകദേശം അതിൻ്റെ മധ്യത്തിൽ, അതായത് 21,352-ലാണ് മാർക്കറ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ACCയുടെ വളരെ മികച്ച ഒരു റിസൾട്ട് വന്നു. അതുകൊണ്ട് തന്നെ ACC 10% ഉയർന്നാണ് ഇന്ന് ക്ലോസ് ചെയ്തത് 2,467. അതിൻ്റെ 3-ാം പാദ റിസൾട്ട് വന്നതിനകത്ത് നെറ്റ് പ്രോഫിറ്റ് 378% ഉയർന്ന് 527 കോടിയാണ് കാണിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു റിസൾട്ടാണ്. ആ രീതിയിൽ തന്നെ മാർക്കറ്റ് അതിനെ പ്രതിഫലിച്ചു. അതുപോലെ തന്നെ മറ്റ് സിമെൻറ്റ് കമ്പനികളായ ഇന്ത്യ സിമെൻറ്റ് 4%, അംബുജ സിമെൻറ്റ് 6% ഉയർന്നാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. മറ്റൊരു ഷുഗർ കമ്പനികളാണ്. ഷുഗർ കമ്പനികളും ഇന്ന് 4 മുതൽ 6% വരെ ഉയർന്ന്, അതായത് ബജാജ് ഹിന്ദുസ്ഥാൻ, EID പാരി, റാന ഷുഗർ, റേണുക ഷുഗർ തുടങ്ങിയ ഷെയറുകളും ഉയർച്ചയിലാണ് ക്ലോസ് ചെയ്തത്. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. ഇനി നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അമേരിക്കയിൽ നിന്നുള്ള വളർച്ചാ നിരക്ക്, GDP നിരക്കുകൾ വരാനുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ അടുത്തയാഴ്ച വിപണിയെ സ്വാധീനിക്കും. മാർക്കറ്റ് വ്യൂവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി 3 ദിവസം വ്യാപാര അവധിയാണ്. തിങ്കളാഴ്ച രാവിലെ 9:30 വീണ്ടും കാണാം. നമസ്കാരം. ബാക്ക് ടു ബിസിനസ്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന് UDF. UDF ഉഭയകക്ഷി ചർച്ചയിൽ കോട്ടയം സീറ്റ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. സീറ്റിന്റെ കാര്യം പരിഗണിക്കാമെന്ന് PJ ജോസഫിന് UDF നേതാക്കളുടെ ഉറപ്പ്. ജോസഫ് വിഭാഗവുമായി വീണ്ടും ചർച്ച നടത്തും. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം മാലിക്, അപ്പോൾ UDF ഈ ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നത്തെ ചർച്ച നീളുന്നതിന്റെ സാഹചര്യം എന്താണ് ജോസഫ് ഗ്രൂപ്പുമായി?
വേണു, വളരെ വേഗത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോവുകയാണ് UDF. ഇന്ന് ആദ്യ ചർച്ചയായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി. ജോസഫ് വിഭാഗം, അത് VJ ജോസഫ് തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. കോട്ടയം സീറ്റ് ജോസഫ് വിഭാഗത്തിന് അർഹതപ്പെട്ടതാണ്, അത് തങ്ങൾക്ക് തന്നെ നൽകണമെന്നുള്ളതാണ് ആവശ്യം. ആ ആവശ്യം പരിഗണിക്കാമെന്നൊരു ഉറപ്പ് UDF നേതാക്കൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അതിൽ തീരുമാനമായിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോട്ടയത്ത് ചില പ്രാദേശികമായ എതിർപ്പുകൾ ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ കോട്ടയം സീറ്റിലേക്ക് മത്സരിക്കുമ്പോൾ അത് കേരള കോൺഗ്രസ് ജോസഫ് മാണി വിഭാഗങ്ങളൊക്കെ ഒന്നിച്ചായിരുന്നു. അവിടെ തോമസ് ചാഴിക്കാടൻ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അത്രയധികം സ്വാധീനം ജോസഫ് വിഭാഗത്തിന് ഇല്ല എന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു എന്ന് കോട്ടയത്തെ തന്നെ ചില കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രാദേശിക നേതാക്കളുടെ കൂടി അഭിപ്രായം പരിഗണിച്ച് അവരെ കൂടി സമവായത്തിൽ എത്തിയതിനു ശേഷമായിരിക്കും അത് ജോസഫ് വിഭാഗത്തിന് തന്നെ ആ സീറ്റ് നൽകുക എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. കോൺഗ്രസ് തന്നെ ആ സീറ്റ് ഏറ്റെടുക്കണമെന്നൊരു ആവശ്യമുണ്ടെങ്കിലും കോൺഗ്രസ് ആ നിലയിലേക്ക് കടക്കാൻ സാധ്യതയില്ല. ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അതിന് വീണ്ടും ഒരു റൗണ്ട് കൂടി അതല്ലെങ്കിൽ 2 റൗണ്ട് കൂടിയോ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മുസ്ലിം ലീഗുമായാണ് അടുത്ത ചർച്ച. ശരി, സലിം മലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ LDF കൺവീനർ EP ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. രൂപീകരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ അസംബ്ലി ഉണ്ട്. ആ ഭരണഘടനാ അസംബ്ലിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നത് ഡോക്ടർ അംബേദ്കർ ആയിരുന്നു. ഭരണഘടനാ രൂപീകരണ ഘട്ടത്തിൽ ഉയർന്നു വന്നൊരു പ്രശ്നം ഈ ഗവർണർ പദവി എങ്ങനെയായിരിക്കണം. അന്ന് ഉയർന്നു വന്നൊരു അഭിപ്രായം, ഒന്ന് തിരഞ്ഞെടുക്കപ്പെടണം, മറ്റൊന്ന് നോമിനേറ്റ് ചെയ്യപ്പെടണം, വേറൊന്നും ഇങ്ങനൊരു പദവിയെ ആവശ്യമില്ല. ഈ തർക്കം EP ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. അന്തരിച്ച മുൻ ധനമന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ KM മാണിയുടെ ആത്മകഥ പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. മാണിക്ക് സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ തിക്താനുഭവം ഉണ്ടായെന്നും എതിർമുന്നണിക്കാർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് സ്വന്തം മുന്നണിയിൽ നിന്ന് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 1975 രാജ്യത്താകെ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ, അതിനുശേഷം കേരളത്തിലെ മുന്നണിയിൽ ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകളും മാറ്റങ്ങളും എന്നിവയെക്കുറിച്ചെല്ലാം ശ്രീ KM മാണിക്കുള്ള അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി ഈ ആത്മകഥയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ആത്മകഥ എഴുതുമ്പോൾ KM മാണി ശ്രദ്ധിച്ചിരുന്നുവെന്ന് ജോസ് K മാണി പറഞ്ഞു. MG പ്രതീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്, എന്താണ് ജോസ് K മാണി പറഞ്ഞത്? വേണു, KM മാണിയുടെ ആത്മകഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുമ്പാണ് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പുറത്ത് ഇറക്കിയത്. ഇതിൽ പ്രധാനമായും ചില പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഈ ആത്മകഥ പ്രകാശനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത്, സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ മാണിക്ക് തിക്ത അനുഭവം ഉണ്ടായെന്നതാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത്. എതിർ മുന്നണിക്കാർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് സ്വന്തം മുന്നണിയിൽ നിന്ന് മാണിക്ക് നേരിടേണ്ടി വന്നത്. മുന്നണി ബന്ധങ്ങൾ എങ്ങനെ ആകരുത് ഈ ആത്മകഥയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ മുന്നണി ബന്ധങ്ങളിൽ ഉണ്ടാവേണ്ട പരസ്പര വിശ്വാസം തകർന്നതിന്റെയും ഒപ്പം വൈര്യ നിര്യാതന സമീപനം ഉയർന്നു വന്നതിന്റെയും ഈ ദൃഷ്ടാന്തങ്ങളടക്കം ആത്മകഥയിൽ അവതരിപ്പിക്കുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഈ UDF നേതാക്കളെ തന്നെ ഉന്നമിട്ടുകൊണ്ട്, അല്ലെങ്കിൽ UDF നേതാക്കൾക്കെതിരെ ഉണ്ടായിരുന്ന ചില പരാമർശങ്ങൾ പ്രധാനമായും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഈ പുസ്തക പ്രകാശനം നടത്തിക്കൊണ്ട് പറഞ്ഞത്. മാത്രമല്ല, ഇതിനുശേഷം സംസാരിച്ച ജോസ് K മാണി അടക്കം വലിയ വിവാദങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ വസ്തുതകൾ മാത്രമാണ് ഈ ആത്മകഥയിൽ ഉള്ളതെന്നും ആരെയും വേദനിപ്പിക്കുന്ന ആളല്ല മാണി സാർ എന്നും ഈ ആത്മകഥ എഴുതുമ്പോൾ അത് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നുവെന്നും ജോസ് K മാണി ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.